അവിടെ അമ്മയും മക്കളും തുടങ്ങി അങ്കംവെട്ടൽ. ഇതൊക്കെ അപ്പം നമുക്കേ അരി അരയ്ക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ എന്താണെന്നറിയോ, ഇപ്പോൾ എപ്പോഴാണ് കറണ്ട് പോവുകയെന്നറിയില്ല. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്, നല്ല കാറ്റും ഒക്കെ ഇട്ട് തിരിതിരീനെ കറണ്ട് പോട്ടോ. ഇത് അരച്ച് വെച്ച 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ 2 എണ്ണമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു സമാധാനം ഇല്ലാണ്ട് ചോറ് കൊടുക്കും. കഴിച്ചോ പറഞ്ഞിട്ട്, കഴിച്ചോളിയും പറഞ്ഞിട്ട് പിന്നെയും രാവിലെ ഓരോ വാരി കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ കഴിച്ചിട്ട് അവർ പോവുക വെച്ചാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങാറാണ്. ഇങ്ങനെ കടന്ന് ആടിപ്പോട്ടെ കേട്ടോ. വെള്ളം കറക്റ്റാവും. നമ്മൾ ഇത് കഴിയുമ്പോഴേക്കും, ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, പിന്നെ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നിൽക്കേണ്ടി വരും. ഇവിടെ വേറെ പണികളൊന്നും നടക്കില്ല. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു ദിവസം ദോശ ഉണ്ടാക്കും. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ തക്കാളി ചമ്മന്തിയാണ് പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ കുഞ്ഞൻ പറയും എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല അറിയോ. തക്കാളി ചമ്മന്തിയാണ് പറഞ്ഞു വെച്ചാൽ പിന്നെ അവിടെ അതിനൊരു മാറ്റേ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ചായ വെക്കട്ടെ. സുകന്യ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ കാപ്പി വെക്കാനിട്ടേ ഞാൻ ചായ കുടിക്കൽ ഒഴിവാക്കിക്കുക. രാവിലെ ഇപ്പോൾ ചായ കുടിക്കണില്ല കേട്ടോ. കുറച്ച് ബ്രൂ വാങ്ങിക്കൊണ്ടിട്ട് മധുരം ഇടാണ്ട് കാപ്പി വെക്കില്ലേ, ഇങ്ങനെ വെച്ച് കുടിക്കാനിട്ട് നമുക്കല്ലേ വേണ്ടു അല്ലേ. ഏട്ടന് പാല് വേണമായിരുന്നോ വൈകുന്നേരത്തേക്ക്? എങ്ങനെയാലും കുഴപ്പമില്ല, നിർബന്ധമല്ല. കുഞ്ഞുണ്ണിക്ക് ചോറ് കൊണ്ടെന്ന് വെച്ചിട്ട് കണ്ടോ, ചോറ് കഴിക്കാണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. വൈകുന്നേരത്തെ എന്താ ഉണ്ടാക്കണ്ട, ഓടിച്ചോ? കമ്മിയാക്കുമ്പല്ലേ ഇതിങ്ങനെ ഏതില് ഏറ്റവും കുറവ് ഇതിലേ വരുമായിരുന്നു ഫ്ലെയിമേ. ഇതിൽ സെൻറ്ററിൽ വെക്ക്, ഇതില് വേഗാവൂലോ. അത്ര ഗ്യാസ് വെറുതെ പോവല്ലേ. ഇങ്ങനെയുള്ള പരിപാടികളിലാണ് അത്. ചോറ് കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ നടുവിൽ നമ്മളിതിലധികം കാറ്റ് വീശുമ്പോഴേ ജനലിൻ്റെ മുകളിൽ എന്താ ഇതിരിക്കുന്നത് വിചാരിക്കരുത് കേട്ടോ. നമ്മൾ വെള്ളം പോട്ടേന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ബ്രൂവിൻ്റെ ഇന്നലെ വാങ്ങിക്കൊണ്ടിരുന്നില്ല, ഒരു 5 രൂപയുടെ എന്ത് കോഫി പൗഡർ. വൈകുന്നേരം ആയിക്കഴിഞ്ഞു വെച്ചാൽ എന്താ രാവിലത്തെക്കാട്ടിലും പണി കൂടുതൽ വൈകുന്നേരത്താണ് തോന്നുന്നത് അല്ലേ. രാവിലത്തെ പോലെ തന്നെ സെയിം മിറ്റടിക്കൽ, ഉള്ളടിക്കൽ, പിന്നെ പാത്രങ്ങൾ പിന്നെ അധികം കഴുകാണ്ടാവില്ല. അരി അരയ്ക്കൽ, പിന്നെയും ചോറ് വയ്ക്കൽ, കൂട്ടാൻ വയ്ക്കൽ, ഒരു ഉപ്പേരി ഉണ്ടാക്കൽ, ഇതൊക്കെ വൈകുന്നേരം. ഇന്നിപ്പോൾ ഒരു ശകേരം ചോറില്ല കേട്ടോ. ഇനി ചോറ് വയ്ക്കണം. ഇന്നലെ പിന്നെ കുറച്ചേ വെക്കേണ്ടി വന്നുള്ളൂ. ഇന്നാണെന്ന് വെച്ചാൽ തീരല്ല. ഞാനിവിടെ ഏട്ടനോട് പറഞ്ഞതാണ്, ഈ ജനലിൽ അപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് ജനലില്ലേ തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ കസേരയൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് ഇതാവുമ്പോഴേ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒരു സ്റ്റാൻഡ് പോലത്തുള്ളത് കിട്ടുമ്പോഴേ ലാഡർ വാങ്ങാം. എന്താ രാവിലെ പോകുമ്പോഴേ ഒരു തുള്ളി ചായ വെച്ചിട്ട് പോകണം. താങ്ക് യു. ഞാൻ കാപ്പി മധുരല്ല ചായയും വേണം. നിനക്ക് വേണ്ടേ കാപ്പി? ഈ രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് കഴിച്ചാൽ തോന വെച്ചോ? അതിന് ഇതില്ലേ എനിക്ക് ഏട്ടന് നിനക്ക് മാത്രം, ബാക്കിയുള്ള ചായ കുടിച്ചോട്ടെ. അരി അരക്കേട്ടതാണേ.
ചോറക്കടുപ്പം വേണോ? ഇരുന്നോട്ടെ, എന്നാലേ അതിന്റെ കാപ്പി രസം ഉണ്ടാവും. ഏ കടുപ്പ് ഇരുന്നോട്ടെ. ഇതാ ഇത് കൊതി പോണു. ഓടി വന്നു ഓടി വന്നു ഓടി വന്നു അറിയേ. കേട്ടോ ഇവിടെ വെള്ളം പാകത്തിന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കാനേ കൂടി മുറുക്കാം. ചായ കുടിച്ചോ? എന്തേ ചായ വേണോ? ചായ തരേ. ചായ വേണ്ടേ? എന്തേ കുറച്ചും കൂടി വേണ്ട അറിയട്ടെ. എന്തേന്ന് ചായ കുടിക്ക്. ദോശ വേണോ ഇഡ്ഡലി വേണോ എന്താ വേണ്ടേ? ദോശ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കട്ടോ. നമുക്ക് നാളെ കോറ അരച്ച് വെക്കാം ഒരു പാത്രത്തിൽ. നമുക്ക് ഒരു 2-3 ദിവസത്തേക്ക്. കാപ്പി വേണടാ ബാവേ? വേണ്ട അത്രേ. നല്ല മണല്ലേ. എൻ്റെ അമ്മൂനെ നല്ല ഇഷ്ടം കേട്ടോ. ഞങ്ങളെക്കാട്ടിലും ഇഷ്ടമാണ് അമ്മൂട്ടിക്ക്. അവള് പാലതാ എടുത്ത് വെച്ചിരിക്കണില്ലേ, അവൾക്ക് വേണ്ടത് അവൾ തന്നെ ഉണ്ടാക്കി കുടിച്ചോളും. ഞങ്ങളാരും ഉണ്ടാക്കി കൊടുക്കണ്ട. വൈകുന്നേരം സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്താണെന്നറിയോ, സാമ്പാറാവുമ്പോൾ രാവിലെ ഇഡ്ഡലിയാണ് ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിനും കൂടിയുള്ള കറിയാവുമല്ലോ. രാവിലെ ഒരാൾ മുറുക്ക് വേണം പറഞ്ഞിട്ട് പോയിട്ട് വാങ്ങിട്ട് വന്നിക്കണുണ്ടോ? കണ്ടോ? ഇതാണ് മുറുക്ക്. ആ അതാ അവന്റെ മുറുക്ക്. അയ്യേടാ കുഞ്ഞുണ്ണി, നീ മുറുക്ക് വാങ്ങാൻ പോയിട്ട് ഇത് ചെയ്തിട്ട് വന്നപ്പോഴോ? നേട്ടാ കാപ്പി നിറച്ചോ? നിങ്ങൾക്ക് വേണ്ടേ? നിറച്ചോന്ന് നിറയ്ക്കാനോ? ഞാൻ ഒരു പാടൊന്നും വെച്ചു. കാപ്പി കൊണ്ട് കുടിക്കേണ്ട മതി. സുകന്യയുടെ സുകന്യേ എന്നാ കാപ്പി. മുറുക്ക് വേണ്ട പൊന്നൂന്? നിർത്തോ. ഇന്ന് രാവിലെ പറയുന്ന കേട്ടവൻ കാപ്പി അധികം കടുപ്പില്ല അല്ലേ. ഞാൻ പൊടിയിട്ടപ്പോൾ വിചാരിച്ചു. രാവിലെ അവൻ പറയണേ എന്താ പറഞ്ഞ, വല്യച്ഛനെ വല്യച്ഛനെ ഇഷ്ടമല്ലാക്കി വല്യമ്മേനെ ഇഷ്ടമെന്ന്. ഞാൻ വിചാരിച്ചു അതിൽ കഴിഞ്ഞു എന്ന്. ഞാൻ എന്നിട്ട് അവിടെ കിടക്കായിരുന്നു കേട്ടാ. അപ്പോൾ എന്നിട്ട് വല്യമ്മ എന്നെ കൊണ്ടുപോ എവിടേക്ക് വെച്ചു അങ്കലവാടി കൊണ്ടേക്കിന്നെ. അതെ, അവന് ഓരോ ദിവസം ഓരോരുത്തർ കാര്യം നടത്തണം. അതിന് വേണ്ടിട്ടാണ്. അല്ലെങ്കിൽ വില്ലേജ് അവന് എല്ലാം ചെയ്താൽ ശരിയാവും അല്ലേ? ആഴ്ചയിൽ 2 ദിവസം ഞാൻ അങ്കലവാടി കൊണ്ടേക്കണം. അച്ഛ കൊണ്ടുപോയാ മതി, അച്ഛ തന്നാ മതി, അച്ഛ തിന്നാ മതി പറഞ്ഞിട്ട്. ഇന്നിപ്പോ അച്ഛയെ പറ്റാത്ത അല്ലേ? നോക്കിരി എവിടേക്ക് നീ നോക്കണ്? ചായ കുടിച്ചോ? ഇത് കാപ്പിയാട്ടോ. കാപ്പിയാണ്, മധുരമില്ലാത്ത കാപ്പി. അതിന് കരയണ്ട. ഇത് നോക്ക് പാത്രത്തിലിട്ട് കൊടുത്തപ്പോ അവൻ പാത്രത്തിൽ വേണ്ട പറഞ്ഞിട്ട് കളഞ്ഞേനി അതിലിടണ്ട. ഓരോന്നിർക്ക് ഇങ്ങനെ ഇത് ഇതാക്കണ്ട. എന്നാ അമ്മ ചേച്ചിക്ക് അച്ചു ചേച്ചി തിന്നു. ഇതിലാക്കി വെക്കാം കേട്ടോ. കിച്ചോട്ടൻ കുട്ടി വേണ്ട തിന്നു, നമുക്ക് അവർക്കൊക്കെ പിന്നെ വാങ്ങാം കേട്ടോ. കളഞ്ഞ എന്താ ചെയ്യാ? മൂക്ക് മുറിക്കട്ടോ. മൂക്ക് മുറിക്കട്ടെ. പിന്നെന്താ മുറിക്കണ്ട്? ചെവി മുറിച്ചാൽ മതിയോ? പിന്നെന്താ ചെയ്യണ്ട്? കളയാതെ തിന്നും കേട്ടോ. ഇതെടുത്തെന്നാ വെയിലെടുക്കാനില്ലെന്നാ എടുക്കാൻ എളുപ്പല്ലേ? കഴിഞ്ഞിട്ടില്ല അല്ലേ?
അപ്പം ഇനി അതില്ലേ ഉഴുന്ന് കഴിഞ്ഞിട്ടില്ലല്ലോ. കൊഴുന്നു കഴിഞ്ഞു. അതെ. എന്താ ഇനി ചേട്ടാ നിങ്ങളിങ്ങനെ പറയണേ? അല്ല ഇന്ന് എടുക്കാൻ എളുപ്പമായില്ലേ, ഇങ്ങനെ ഇറങ്ങാറാവണോ? ഇനി അതിന് ഇത് എടുക്കണ്ടേ? അപ്പം എന്താ പത്ര പണി? അതൊന്ന് തിരിക്കാൻ പൊക്കിയ എളുപ്പത്തിൽ എടുക്കാലോ. അതിനെനിക്ക് രണ്ടാമതേക്ക് ഒരു പണിയില്ല, ഞാൻ ചെയ്തോളാം. എന്നാ ചെയ്തോ അല്ലേ? അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതല്ല വേണ്ട. അല്ലേ സു? അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ഒരാളുടെ. എങ്ങനെ പറയാ, എൻ വഴി തനി വഴി പറയില്ലേ? എന്താ ചെറി? എല്ലാവരും നോക്കി എല്ലാവരും അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ നല്ലത് എടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത്. ഞാൻ അങ്ങനെ ചെയ്യല് കേട്ടോ. ഒന്നിപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. എന്താണെന്നറിയോ, ഏട്ടൻ പറയും 6 മണിയാകുമ്പോഴേക്കും അരി അരക്കൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 10 മണി കഴിഞ്ഞിട്ട് പിന്നെ അരയ്ക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ട് ചീത്ത അറിയും. അപ്പോൾ അവരെ പേടിച്ചിട്ട് ഞാൻ വേഗം അരച്ച് വെക്കുകയാണ് കേട്ടോ. എന്ത് സാധനം കറണ്ടിൻ്റെ അല്ലേ, 6 മണിയാകുമ്പോഴേക്കും ചെയ്തിട്ടില്ല പറഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കും. ഭൂകമ്പം കമ്മിയായിരുന്നോ? എന്ത് വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോഴേ, അമ്മ ഉള്ളപ്പോഴേ എന്താ ഇവിടെ ഉണ്ടായിരുന്നില്ലേ നാള്. അപ്പോൾ കുട്ടികൾക്കില്ലേ വിവിധ തരമായിരുന്നു, ഓരോ ദിവസം ഓരോ പലഹാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾ അരി അരച്ച് വെച്ചിട്ട് 2 നാഴി അരി അരച്ച് വെച്ചിട്ട് അത് മൊത്തം കുട്ടികൾ കഴിച്ചില്ല. എന്നിട്ട് അമ്മ അറിയണേ, എന്ത് മക്കളാ ഇത്, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത്രേ കഴിക്കുള്ളൂ. ഇവിടെ ആൾക്കാർ വിചാരിക്കും എന്താ കണ്ടമാനം വേണമെന്നുള്ളത്. മക്കൾ 2 ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ലേ. എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അമ്മ അറിയണേ, ഇനി നാളെ ഞാൻ ഉണ്ടാക്കില്ല ഇവിടെ പലഹാരം. ഇത് ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ചെയ്യുന്നത്? ഓരോ വീട്ടിൽ അമ്മ അറിയാം, ഓരോ മക്കൾ കഴിക്കുന്നത് കാണണം. ഇവിടെ കിച്ചുട്ട മാത്രം കുറച്ച് കഴിക്കും, ബാക്കിയൊക്കെ കണക്കാട്ടോ. അപ്പോൾ കിച്ചു രാവിലെ കഴിക്കുന്നില്ല. കിച്ചുവിനോട് നമ്മളിങ്ങനെ കിച്ചു തടി കൂടുന്നുണ്ട് തോന്നുന്നു പറയുമ്പോൾ അപ്പോൾ അവനൊരു ഇടങ്ങാറാവാൻ തുടങ്ങി. ഞാനിങ്ങനെ പറയും, അപ്പം എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് 5 കിലോ ഞാൻ കുറച്ചാൽ മതി ഇത്ര കേട്ടോ, അല്ലാതെ ഞാൻ ഇനി കൂടുതലൊന്നും കുറയ്ക്കണ്ട പറഞ്ഞു. ഞാൻ 10 കിലോ കുറയ്ക്കണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കോലം ഉണ്ടാവില്ല. അത് ഞാൻ ഇപ്പം 3 കിലോ കൂടിയില്ലേട്ടെന്നാൾ, അല്ലെങ്കിൽ 2 കിലോനൊക്കെ കുറയ്ക്കേണ്ടുള്ളൂ. എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അത്ര, ഇല്ലെങ്കിൽ കാണാൻ കോലം ഉണ്ടായില്ലെന്ന്. അനിയൻ്റെ സന്തോഷമായി അത് കേട്ടപ്പോൾ. ആയില്ലേ? നിങ്ങളുടെ എങ്ങനെ പറയുക, പെണ്ണുങ്ങൾക്ക് വയറുണ്ടാവുമ്പോൾ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിച്ച് കൊഴുപ്പ് കൂടിയിട്ടാന്ന് പറയും. ഈ ആണുങ്ങൾക്ക് വയറുണ്ടാവുമ്പോൾ അതെന്താ പറയണാവോലെ? പ്രസവിച്ച് കൊഴുപ്പൂടിയിട്ടാ അറിയാം. അല്ലാതെ ബന്ധം എടുത്ത് പറയേ. ഇതിൽ നമ്മൾ മട്ടരി അട്ട കൂട്ടിക്കുന്നത് നമ്മുടെ നേരത്തെ വെച്ചതാണ്. റേഷൻ കടയിൽ കിട്ടുന്ന മട്ടരി ഇല്ലേ, ആ മട്ടരി, പിന്നെ 2 നാഴി 2.5 നാഴി പച്ചരി, 2 നാഴി മട്ടരി കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനേ ഗ്രൈൻഡർ വാങ്ങേണ്ട ഒരു ഇത് വന്നപ്പോഴേ, ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഗ്രൈൻഡർ. അപ്പോൾ കയറി താമസത്തിന് അപ്പോൾ നമ്മൾ ഗ്രൈൻഡർ വാങ്ങേണ്ട സമയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഏട്ടൻ്റെ അടുത്ത് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ നമുക്ക് ഈ ഒറ്റ കല്ലുള്ള ഗ്രൈൻഡർ വാങ്ങിയാൽ മതിട്ടോന്ന്. ഇന്നപ്പോൾ പെട്ടേരെ ഒറ്റ കൈകാര്യം ചെയ്യാൻ വയ്ക്കില്ല. ഒറ്റ കല്ലുള്ള കൂടിയാണ് പറഞ്ഞത് അവിടെ മുക്കിൽ വെക്കിയത്. ഓ എന്താ പിന്നെ അത് നിങ്ങൾക്ക് അതേപോലെ എടുക്കാനും വെക്കാനും പറ്റില്ല. ഒറ്റ കല്ലുള്ളത് ഒരു 2 കിലോൻ്റെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ എടുത്തു വയ്ക്കണം പൊട്ടത്തി, എന്താ എന്താ ഈ പറയുന്നത്, ഈ ഇങ്ങനത്തെ ഗ്രൈൻഡർ മതി. മറ്റേ ഗ്രൈൻഡർ ആകുമ്പോൾ വെക്കാനും സ്ഥലമില്ല. ഇതാണ് വെച്ചാൽ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഏതിൻ്റെങ്കിലും ഉള്ളിൽ വെക്കാറില്ല. പക്ഷേ എല്ലാവരും വരില്ലേ, എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ 2-3 പ്രാവശ്യം അരക്കില്ലേ, 3 പ്രാവശ്യം അരക്കല്ലേ വേണ്ടു. അപ്പോൾ 3 പ്രാവശ്യം. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയണ പോലെ എപ്പോഴും എല്ലാവരും വരില്ലല്ലോ. എപ്പോഴും വിരുന്നേരുണ്ടോ? വിരുന്നേരം എപ്പോഴൊന്നും ഇല്ലല്ലോ. വിരുന്നേരം എപ്പോഴും ഇല്ലല്ലോ. അതന്നെ അച്ചുട്ടി സ്കൂളിൽ വിട്ടു വിരുന്നേരത്തെ സുകന്യാണ്.
ഈ വിരുന്ന് എത്തിയ എന്താ നമ്മള് കൂട്ടാൻ വെക്കുക? ഇന്നലെ നമ്മൾ മീൻകറി ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഒക്കെയുണ്ട്. മീൻകറി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നന്നായിട്ടില്ലേ? ഏട്ടൻ ഇന്ന് പഴകിയപ്പോ നന്നായിട്ടുണ്ട്. ഏട്ടൻ ഇന്നാണ് എന്താ ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏട്ടൻ ഒന്ന് 2 പ്രാവശ്യം ചോറുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലേട്ടാ. എപ്പോഴും ഉണ്ടാക്കാത്ത ഒരു രസം. ഇനി കുറച്ച് മീൻകറിയല്ലോ കേട്ടോ, അത് തികയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഓട്സും കൊണ്ട് ദോശ ഉണ്ടാക്കണം ഏട്ടനും. ഒരു 4 എണ്ണം. പിന്നെ ഒരു സാമ്പാറാണ് പറഞ്ഞാൽ പിന്നെ സാമ്പാർ കൂട്ടി കഴിക്കുമല്ലോ. എന്താ നീ ഇങ്ങനെ ഇതാക്കണത്? എന്താ സോനിയത്? പ്രായം കുറയുണ്ടോ? അപ്പൊ ഈ നല്ല ഈ നൃത്തം, അപ്പൊ ഈ നല്ല ഈ നൃത്തം 3 കുട്ടികളുടെ അമ്മ ഒരു തള്ളയാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇരട്ട കുട്ടികളുണ്ടാവും. അപ്പൊ എത്ര കുട്ടികളാ ചോദിച്ചു കഴിഞ്ഞാൽ 4 കുട്ടികളും 3 കുട്ടികൾ. അപ്പൊ അവരൊക്കെ തള്ളകളാ? എന്താല്ലേ ആ കുട്ടികളുടെ തള്ളാരല്ലേ? ആ കുട്ടികളുടെ തള്ളാരനല്ലേ? തള്ളമാരെന്ന് പറയില്ലല്ലോ, അമ്മമാരെന്നല്ലേ പറയാ? എന്നാലും തള്ളാരെന്നൊക്കെ പറയും. അത് ഈ നാട്ടിൻപുറത്തുള്ള നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ തള്ള തന്താന്ന് വായിൽ വരുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെയും പറയില്ല കേട്ടോ തന്ത തള്ളാന്നൊന്നും. എന്താ അല്ലേ? നമ്മുടെ ഇവിടെയും പറയില്ല. ആരും പറയില്ല. തള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിന്റെ തള്ളയാണോ ചോദിക്കൂട്ടോ. പണ്ടാണ് ചെറുതാകുമ്പോ കുറേ വയസ്സുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ വിളിക്കുക. അപ്പൊ ഇപ്പോഴുള്ള ആൾക്കാർ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ചേമ്പിന്റെ തള്ളേ ഒക്കെ പരിഷ്കരിച്ച് മമ്മിയിരിക്കും കുമ്മിയിരിക്കും കയറിപ്പോയില്ലേ. എനിക്കില്ലേ ഏറ്റവും ഇഷ്ടമില്ലാത്ത പേരാണ് കേട്ടോ. എന്തെന്നറിയോ? മമ്മി. ഞാൻ ഇപ്പൊ പറയും സുകന്യ എപ്പോഴും ഇവിടുത്തെ അമ്മല്ലേ ഏട്ടൻ്റെ അമ്മേനെ മമ്മി വിളിക്കും. അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും ദേഷ്യമാണ് കേട്ടോ. അമ്മ പറയും എന്താ 2 മരുമക്കളുണ്ട്, 2 മരുമക്കൾ അമ്മാന്ന് വിളിക്കും. സുകന്യ മാത്രം മമ്മി വിളിക്കും. അവളുടെ ഒരു പരിഷ്കാരം പറയും അമ്മ. അവളുടെ അമ്മേനെ അവൾ എന്താ വിളിക്കുക എന്നറിയോ? അമ്മാന്ന്. അപ്പൊ ഇവിടുത്തെ സുകന്യ അത് ഒരു മമ്മി വിളിച്ച 2 അമ്മാന്ന് വിളിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല സ്നേഹം കൂടുമ്പോ മമ്മി വിളിയാണ്. പക്ഷെ അത് വയസ്സായ ആൾക്കാർക്ക് സ്നേഹം കൂടിയിട്ടാണോന്നൊന്നും അറിയില്ല. അത് അങ്ങനെയല്ല കേട്ടോ. പ്രായം ആവണതിനനുസരിച്ചിട്ട് നമുക്കാണ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്വഭാവങ്ങളും പെട്ടെന്ന് മാറ്റം വരും. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല. പെട്ടെന്ന് ദേഷ്യം വരും, അതേപോലെ പെട്ടെന്ന് സങ്കടം വരും അല്ലേ? നിസ്സാര പ്രശ്നങ്ങൾക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. ഞാനപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഭഗവാനെ വയസ്സായി കഴിഞ്ഞാൽ നമ്മളും ഇതേപോലെയൊക്കെ തന്നെ ആവുമോ, ഇതിനേക്കാളിലും പരാവോ? അപ്പം നമ്മുടെ കിച്ചൂടനൊക്കെ എടുത്തിട്ട് അമ്മ ഇവിടെ നിന്നോന്ന് പറയുമോന്നൊക്കെ നമുക്കൊരു പേടി തോന്നും കേട്ടോ. അങ്ങനെ കാരണം അവരുടെ സ്വഭാവങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മാറി വരും. ഈ ചിലപ്പോൾ ഇതായിരിക്കും മെൻസസ് ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോർമോണിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കില്ല കേട്ടാ. അങ്ങനെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് വൃത്തി കൂടുതൽ വേണ്ടിവരും. വിളക്ക് വെക്കാൻ ഒരു 5 മിനിറ്റ് കഴുകി കഴിഞ്ഞാൽ അപ്പം ദേഷ്യം വരും. അങ്ങനെ അവരുടെ ആ മൈൻഡേ പെട്ടെന്ന് മാറും. അതൊന്ന് ശരിയാക്കി കിട്ടാൻ നമ്മൾ ആ രീതിക്കൊന്ന് നിൽക്കാല്ലേ കുറച്ചൊന്ന് പാടുപെടും. ഇപ്പം നമ്മളില്ലേ നമ്മളാണ് പറഞ്ഞു വെച്ചാൽ കുട്ടികൾ വൃത്തികേടാക്കുമ്പോൾ ഇതെന്തോടെ ഇങ്ങനെ വൃത്തികേടാക്കി കിടക്കണ്, വൃത്തിയാക്കിന്ന് പറഞ്ഞാൽ നമ്മൾ ചീത്ത അറിയില്ലേ? അപ്പോൾ മക്കളിപ്പോൾ പറയില്ലേ അമ്മേനെയും കൊണ്ട് തൊയിരക്കടായി. സ്ലോ ആയിട്ടോ സ്ലോ ആയി. വെള്ളം കമ്മിയായിട്ടാണ്. ഇതിങ്ങനെ സംഭവം ബെൽറ്റ് കിടന്നു പോകണം. ഓണക്കിക്ക യെസ് വെള്ളം കമ്മിയായിട്ടാ. ഇതിങ്ങനെ ടൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് പോവും. ബെൽറ്റ് പോയാൽ കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടി തീർന്നില്ല. എന്തോ ഇഡ്ഡലിക്ക് കുറച്ച് വെള്ളം പോലെ വേണ്ടല്ലോ വന്നിട്ട് കുറച്ച് അവിലില്ലേ, അവിലിട്ട് അരച്ച് കഴിഞ്ഞു വെച്ചാൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവും കേട്ടോ. കുറച്ച് വെള്ളമായി കഴിഞ്ഞാലും പെട്ടെന്ന് അവില് കണ്ടിട്ടില്ലേ നമ്മുടെ തിക്കായിട്ട്. ഇതിപ്പോൾ നമ്മുടെ മട്ടരി അല്ലേ, അത് ശരിയായി വരും. അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണോ?
ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം പോലെ ആയി, വെള്ളം കൂടി എന്നൊക്കെ തോന്നില്ലേ നമുക്ക്, ചില സമയത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ വെള്ളം കൂടി തോന്നില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് അവിലെടുത്തിട്ട് അയക്കാൻ ഇടും. അല്ലെങ്കിൽ ചോറ് കൂട്ടി അരയ്ക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ അമ്മ പറയും കുറച്ച് ചോറ് കൂട്ട് പറയും. പക്ഷെ ചോറ് കൂട്ടുന്നത് എനിക്ക് അത്ര പിടുത്തില്ല. അമ്മുട്ടി വന്നോട്ടോ. ഇനി നമുക്കില്ലേ വൈകുന്നേരത്തേക്ക് കറി എന്തെങ്കിലും വെക്കണം. കറി വയ്ക്കാൻ പച്ചക്കറി ഇന്നലെ ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുതിര ഉണ്ട് കേട്ടോ ഇരിക്കണോ. അപ്പോൾ മുതിരപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുതിരയെന്ന് പറഞ്ഞാൽ മുതിര, ചെറുപയർ ഇതൊക്കെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വൈകുന്നേര സമയത്ത് നമ്മൾ പുഴുങ്ങിയിട്ട് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങുക, എന്നിട്ട് തേങ്ങ ചിരവിടുക. വേണമെന്നുണ്ട് വെച്ചാൽ മാത്രം പച്ചമുളകും ഉള്ളിയും പാടെ ഒന്ന് ഇട്ട് കടുക് ഇറക്കും. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വെറുതെ അവർ കഴിച്ചോളൂ കേട്ടോ. അവർക്കത് നല്ല ഇഷ്ടമാണ്. ഇവിടെ പൊന്നു കണ്ടോ വന്നപ്പോൾ തുടങ്ങിയതാണ് ഫോണിൽ. എന്താ വയനാട്ടിലത്തെ അവസ്ഥ? ഓരോരോ പ്രശ്നങ്ങളാണല്ലോ ദേവി. എന്താ വയനാട്ടിലെ കണ്ടില്ലേ ഒരു ന്യൂസിൽ ഒരു ചേച്ചി വണ്ടിയുടെ എന്തോ ഭാഗ്യത്തിന് കണ്ടില്ലേ കേട്ടാ മണ്ണിടിച്ചിലായിട്ട്. എന്താലേ വയനാടിന് പിന്നാലെ നടന്ന് അല്ലേ. ഓരോ മഴക്കാലത്ത് ഓരോ ദുരന്തങ്ങളാണ്. ഓരോ വെള്ളപ്പൊക്കത്ത് ഞങ്ങളത് കണ്ടിട്ട് സത്യം പറയാച്ചല്ലേ ഭയങ്കര ഒരു വിഷമമായിട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അയ്യോ ഒന്ന് രക്ഷപ്പെട്ട് കുറേ ആൾക്കാർ അല്ലേ നമ്മുടെ എത്ര കഷ്ടപ്പെട്ട് ഓരോ വീടും കാര്യങ്ങളൊക്കെ ആയി ഒന്ന് സമാധാനത്തിലൊന്ന് ഇരിക്കാൻ നിൽക്കുമ്പോൾ അടുത്തത് വന്നില്ലേ. ഇത്രയും മലനേരിയാണോ വയനാട്? എത്ര മഴയുണ്ട് നമുക്ക് അറിയില്ല. മഴയുണ്ട് ഒരു കുട്ടീനെ എടുത്തിട്ട് വരുന്നുണ്ടോ രക്ഷപ്പെടുത്തിയിട്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അല്ലേ അങ്ങോട്ട് തായോ കണ്ടോ. കുട്ടിക്കറിയോ പൊട്ടിക്കാൻ? പൊട്ടിച്ചോട്ടോ. അമ്മ പൊട്ടിച്ചതിന്റെ ബാക്കി കുറെ ഉണ്ടായില്ല. അതിന് പിന്നെ പൊട്ടിച്ചാലും പിന്നെയും വരികട്ടെ. അതേ കണ്ടോ കണ്ട നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇപ്പോഴിടയ്ക്ക്. ഇത് പക്ഷേ ഇത് കാണുമ്പോൾ എന്താണെന്നറിയില്ല പിന്നെയും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നി. ഇതാരുടെ വണ്ടിയാ? കിച്ചോടുണ്ട്. ഇവന് ഇതേപോലെ മിഞ്ഞാന്ന് കടയിൽ പോയപ്പോൾ വണ്ടി ഉണ്ടായിരുന്നതാണ് കേട്ടോ. 2 എണ്ണം കൊടുത്തതാണ് അവർ. ആ വണ്ടി അവൻ എവിടെ കൊണ്ടുവച്ചു? പാലവാടിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് അവന് വേണം പറഞ്ഞിട്ട് അവൻ വാശി പിടിക്കുക കേട്ടോ. ഇത് നമ്മുടെ കിച്ചുവാണെന്ന് പറഞ്ഞു വെച്ചാൽ കണ്ണെത്താത്ത ദൂരത്താണ് കൊണ്ടുപോയി വെക്കുക. എത്ര പ്ലാസ്റ്റിക് ആയിരിക്കും പറഞ്ഞിട്ടാ. ഇപ്പം എന്ത് സാധനം കിട്ടുമ്പോഴേ ഈ പ്ലാസ്റ്റിക് തന്നെയല്ലേ കിട്ടുള്ളൂ. ഫുള്ള് ആദ്യത്തെ പോലെ ഈ കടലാസിൽ പൊതിഞ്ഞ് തരുന്ന രീതിയൊന്നുമില്ലല്ലോ. എവിടെ നാളെ ന്യൂസ് കണ്ടപ്പോൾ മൂന്നാറോ എവിടെയാണ് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാക്കിയിരിക്കണു ഉത്തരേട്ടാ. ഒക്കെ അവിടെ തന്നെ തോന്നുന്നു ന്യൂസ് കണ്ടിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ പടിയും വരികച്ചാലോ എത്രയാണ്. ഇപ്പോൾ പിന്നെ കുറേ ഒരു സമാധാനം ഉണ്ട്. എന്താണെന്ന് പറയുക, ഈ ഹരിതകർമ്മസേനക്കാർ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ. ഇത് കത്തിച്ചാൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മളിവിടെ എത്ര കത്തിച്ചേക്കണു പറഞ്ഞിട്ടാ ഇഷ്ടം പോലെ കത്തിച്ചേക്കണു. ഏട്ടൻ എപ്പോഴും ഞങ്ങളോട് ചീത്ത പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പ്ലാസ്റ്റിക് കത്തിച്ചതിന്. എന്നെ എന്നും ചീത്ത അറിയും പ്ലാസ്റ്റിക് കത്തിക്കുകയാണെങ്കിൽ. കേട്ടോ എനിക്കാണ് പറഞ്ഞ വെച്ചാൽ ചില സമയത്ത് അങ്ങനെയില്ല കേട്ടോ. ഇപ്പൊ എനിക്ക് എന്താ ഇതാവും. മറ്റേത് അങ്ങനെയല്ല. രാവിലെ നോക്കുമ്പോൾ ചിലപ്പോൾ തീ പിടിപ്പിച്ച് കിട്ടുകയില്ല. അപ്പം എന്ത് ചെയ്യുന്നറിയോ? ഈ പ്ലാസ്റ്റിക്കില്ലേ കത്തിച്ചിട്ട് അടുപ്പിലാണ്ട് ഇടും. അപ്പോൾ വേഗം തീ കത്തിപ്പിടിക്കും. പട്ടേന് കത്തിനേക്കാട്ടിലും കത്തി വയ്ക്കുമായിരുന്നു കേട്ടോ. കത്തി പിടിക്കുമായിരുന്നു. പിന്നെ ഏട്ടങ്ങനെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി ചീത്ത. അത് പിന്നെ എപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ടില്ലേ ചീത്ത കേട്ടിട്ട് പ്ലാസ്റ്റിക് കത്തിക്കണ സ്വഭാവേ മാറി. ഇപ്പം കത്തിക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കണ്ടില്ലോ 2 ചാക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്താ പ്ലാസ്റ്റിക്. അവരത് വന്നിട്ട് അവിടത്തെയും ഇവിടത്തെയും പാടെ അവർ കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. നമുക്ക് വിശേഷം നിർത്തിയാലോ? വേണ്ടേ? എന്നാ പൊന്നു വർത്താനം പറയേ മാമുണ്ടോ ചോദിക്ക്. അതവിടെ വിറകുകളുണ്ട് കേട്ടോ കുറച്ച്. എനിക്ക് ആ വിറകുകൾ എടുത്ത് വയ്ക്കാണ്ട് ഇനി ഉമ്മറം കോലായി അടിക്കാണ്ട്. അച്ഛനും അമ്മവും നടന്ന് ക്ഷീണിച്ച് വന്നതല്ലേ. കുറച്ച് കഴിഞ്ഞിട്ടില്ലേ അവരെന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ വന്നാലേ അവരിനിപ്പോൾ മേലെ കഴുകി വിളക്ക് വയ്ക്കാനുള്ള വിളക്കും ഇതൊക്കെ കഴുകി വെക്കണ പണി അച്ഛനാണ്. അമ്മൂട്ടി അപ്പോൾ എന്തെങ്കിലും ഉള്ളടിച്ചൂരി ചിലപ്പോൾ തരും. ചിലപ്പോൾ അവൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും. പഠിക്കാതെ പറയുമ്പോൾ നമ്മൾ പിന്നെ അമ്മൂ നീ അത് ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ. അപ്പം എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ചോറും കൂട്ടാനും എല്ലാ പരിപാടികളും ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നാളെ കാണാം.